തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ക്രൈസ്തവ വിഭാഗത്തെ ചേർത്തു നിർത്താൻ നീക്കങ്ങളുമായി കേരള BJP ഘടകം. സംഘടനാ ജില്ലകളിൽ നിന്ന് 5 വീതം ക്രൈസ്തവ നേതാക്കൾ പങ്കെടുത്ത യോഗം ഇന്നലെ കോട്ടയത്ത് നടന്നു. യോഗം ചേർന്നതിൽ മറ്റു ഗൂഢാലോചന ഒന്നുമില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. ചരിത്രത്തിൽ ആദ്യമായാണ് സംസ്ഥാന BJP മതാടിസ്ഥാനത്തിൽ യോഗം ചേരുന്നത്. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താതെ പാർട്ടിക്ക് മുന്നേറ്റമുണ്ടാക്കാനാകില്ലെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് നീക്കം. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്നത് വിവാദമാകാതിരിക്കാൻ സോഷ്യൽ ഔട്ട്റീച്ച് സംസ്ഥാന ശില്പശാല എന്ന പേരിലേക്ക് അവസാന നിമിഷം മാറ്റിയെങ്കിലും ശില്പശാലയിൽ നടന്ന പവർ പോയിന്റ് പ്രസന്റേഷനുകളിൽ BJP ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് വ്യക്തമാക്കിയായിരുന്നു ചർച്ചകൾ. ക്രൈസ്തവ സഭകളെ അടുപ്പിച്ചു നിർത്താൻ സഭാ അടിസ്ഥാനത്തിൽ നേതാക്കൾക്ക് ചുമതല നൽകി. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് താഴെത്തട്ടിലേക്ക് വരെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് വ്യാപിപ്പിക്കും. നിലവിലെ 5 അംഗ ജില്ലാ കമ്മിറ്റികളെ 30 അംഗ കമ്മിറ്റികളായി വിപുലീകരിക്കും. പിന്നാലെ മണ്ഡലം, ഏരിയ, പഞ്ചായത്ത് തലങ്ങളിലും ക്രിസ്ത്യൻ ഔട്ട്റീച്ച് കമ്മിറ്റി രൂപീകരിക്കും. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ചിലവുകൾക്കായി 1 കോടി രൂപ യുദ്ധകാലാടിസ്ഥാനത്തിൽ പാർട്ടി മാറ്റിവെച്ചു. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് സംസ്ഥാന കൺവീനർ ഷോൺ ജോർജിൽ നിന്ന് കണക്ക് ബോധിപ്പിച്ച് ചിലവ് തുക വാങ്ങാം. സംസ്ഥാന ജോയിന്റ് ട്രഷറർക്കാണ് കണക്കുകൾ നോക്കാൻ ചുമതല. സഭ സഹായിക്കാതെയാണ് ക്രിസ്ത്യൻ വോട്ടുകൾ കിട്ടിയതെന്ന ചില നേതാക്കളുടെ വാക്കുകൾ പാർട്ടിയെ പിന്നോട്ട് നയിക്കുമെന്നും സഭ പറയാതെ ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യില്ലെന്നും പരിപാടിയിൽ ഷോൺ ജോർജ് പറഞ്ഞു. കോട്ടയത്ത് ജ്ഞാനായ കത്തോലിക്ക സഭാ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാടുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.